ഹായ് ഹലോ മച്ചന്മാരെ, നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. ഇതിൻ്റെ ഒരു തമിഴ് റീമേക്ക് ഇറങ്ങിയതിനെ കുറിച്ച് നമ്മൾ ടീച്ചർ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അധികം ആരും കേൾക്കാൻ വഴിയില്ല, കാരണം 2024 റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് തിയേറ്ററിലാണോ അത് ഓട്ടിയിട്ടെന്ന് അറിയില്ല, കാരണം ഇതിൻ്റെ പോസ്റ്റർ പോലും നമ്മൾ തമ്പ്ലൈൻ ഇടാൻ വേണ്ടി തപ്പി നോക്കിയപ്പോൾ വേറെ 2 കിട്ടിയത്. ആ കൂടിയിട്ട് വേറെ സ്റ്റിൽസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. എനിക്ക് തോന്നുന്നു വൻ പരാജയപ്പെട്ട് അല്ലെങ്കിൽ ആരും അറിയാതെ പോയിട്ടൊരു ചിത്രമായിരിക്കാം ഈ ചിത്രം. അപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യാൻ വരുന്ന മൂടെ പേര് തോപ്പർ എന്നാണ് മൂടെ പേര്. അനയ കശ്യപ്, രാഹുൽ മാധവ് നമ്മുടെ മലയാളി താരമാണ്. അപ്പോൾ അദ്ദേഹം ആദ്യമായി തെലുങ്കിൽ അഭിനയിച്ച ചിത്രമാണെന്ന് തോന്നുന്നു. വൈബാണ് ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ള പുതുമുഖ ഡയറക്ടറാണ്. ഒരു ഹൊറർ മിസ്റ്ററി സസ്പെൻസ് ത്രില്ലർ എന്നൊക്കെ രീതിയിലാണ് അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് എത്രമാത്രം കാണുന്ന പ്രേക്ഷകരിലേക്ക് എത്തിച്ചോ ഇല്ലേ എന്നൊക്കെ പറയാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ തുടക്കം നോക്കിയാൽ ഡ്യൂറേഷൻ വരുന്ന 1 മണിക്കൂർ 45 മിനിറ്റാണ് ഡ്യൂറേഷൻ വരുന്നുള്ളൂ. അപ്പോൾ ആ ഡ്യൂറേഷൻ പരിധിക്കുള്ളിൽ ഒരു മിസ്റ്ററി ത്രില്ലറൊക്കെ അല്ലെങ്കിൽ ഹൊറർ ബേസ്ഡ് ആയിട്ട് വരുമ്പോൾ എത്രമാത്രം സപ്പോർട്ടിംഗ് ആയിട്ടുണ്ടോ നമുക്ക് ടീച്ചറെ തന്നെ പരിചയപ്പെടാം. ഇതിൻ്റെ തുടക്കം തന്നെ വളരെയധികം ഹൈ ആയിട്ടാണ് തുടക്കം സ്റ്റാർട്ട് ചെയ്തത്. കാരണം ഒരു ദുർമന്ത്രവാദി വരുന്നു, എന്തോ ഒരു ബോക്സ് പോലത്തെ ഒരു കായലിലേക്ക് ഇടുന്നുണ്ട്. പിന്നീട് ഇപ്പുറത്തെ ഒരു വർഷത്തിലേക്കാണ് കടന്നു പോകുന്നത്. അതായത് പുതിയൊരു കാലഘട്ടം കടന്നു വരുന്നു. അവിടെയാണ് നമ്മുടെ കഥാനായകൻ വരുന്ന ഒരു പാലം പണിയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വരുന്ന ഒരു എഞ്ചിനീയറാണ്. അതാണ് രാഹുൽ മാധവ് അറബ് കഥാപാത്രം. അതിൻ്റെ ഇടയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുട്ടിയും നാട്ടിലോട്ട് അവിടെ തിരിച്ചു വരുന്നുണ്ട്. അതിനിടയ്ക്കാണ് അവർക്ക് ഈ അവിടെ പാലം വൃത്തിയാക്കുന്ന ഇടയിലേക്ക് ഒരു ബോക്സ് കിട്ടുന്നു. ബോക്സ് കിട്ടുമ്പോൾ അതിലൊരു അസ്ഥികൂടം കിട്ടുന്നു. പിന്നീട് അത് ആര് എന്താണ് സംഭവം, അതിന് ശേഷം അത് ത്രില്ലിലോട്ട് മാറുന്നുണ്ട്. ഒരു ഹൊറർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം പേടിക്കാനുള്ള സംഭവമൊക്കെ ഉണ്ടെന്ന് വെച്ചോട്ടും തന്നെ യാതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ അതാണ് സ്റ്റോറി മുന്നോട്ട് പോകുന്നത്. പിന്നീട് ആരും മേത്താണ് കയറിയത് അതിനെക്കുറിച്ചുള്ള സാധാ ഒരു ഹൊറർ ബേസ്ഡ് പടം പോലെ തന്നെ പണ്ടത്തെ ചരിത്രം കഥയൊക്കെ മേഞ്ഞെടുക്കുന്നുണ്ട്. അതാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഈ പ്രേതത്തിനെ കുറിച്ച് പറയുമ്പോൾ അതിന് ശേഷം ഗർഭിണികളായ വ്യക്തിയുടെ മേത്തർ മാത്രമാണ് ഈ പ്രേതം കയറുള്ളൂ. കാരണം അതാണ് എൻ്റെ സ്റ്റോറി. അതായത് പണ്ട് ഏതൊരു വ്യക്തി, അതായത് 2 ജ്യേഷ്ഠനും സഹോദരനും ഉണ്ടായിരുന്നു. അപ്പോൾ തൻ്റെ ജ്യേഷ്ഠന് കുട്ടികളുണ്ടായിരുന്നില്ല, സഹോദരനാശെങ്കിൽ 2 കുട്ടികളും ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് പിന്നീട് കുട്ടി അസുരനാണെന്ന് പറഞ്ഞ് പ്രസവിച്ച ശേഷം അതിനൊരു വലിയ ബോക്സിൽ വെച്ച് കാലിലോട്ട് തള്ളുന്നു. അതാണ് എൻ്റെ സ്റ്റോറി. അതിനുശേഷം അതിൻ്റെ മാതാവ് മരണപ്പെടുന്നുണ്ട്. അതിനുശേഷം അവർ പ്രതികാരം ചെയ്യുന്നതാണ് സ്റ്റോറി യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. എനിക്ക് യാതൊരു വിധത്തിലും ത്രില്ലിങ് എലമെൻസോ മികച്ച പ്രകടനമോ ഒന്നും തന്നെ ഉണ്ടാകാൻ തോന്നുന്നില്ല. ഇടയ്ക്ക് വരുന്ന ബാലൻസ് സ്കോർ അത്യാവശ്യം കൊള്ളാമായിരുന്നു. പക്ഷെ അതിനപ്പുറത്ത് കിടക്കുമ്പോൾ യാതൊരു സപ്പോർട്ടിങ് ആയിട്ട് വരുന്നില്ല എന്നാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഏകദേശം 1.25 മണിക്കൂർ മാത്രം ഡ്യൂറേഷൻ വരുന്നുള്ളൂ തോപ്പറിൻ്റേത്. പക്ഷേ യാതൊരു വിധത്തിലുള്ള ഒരു ടൈമും കാര്യങ്ങളും ഒരു ക്വാളിറ്റി മേക്കിങ്ങും കാര്യങ്ങളൊന്നും എടുത്ത് കയറാൻ എനിക്ക് തോന്നിയില്ല. സ്റ്റാർട്ടിങ്ങിൽ വന്നൊരു വിഷ്വൽ ഫ്രെയിംസ് ഒക്കെ ചിലതൊക്കെ ഒരു ഓക്കെ ലെവലായിരുന്നു, അത്യാവശ്യം കൊള്ളാമായിരുന്നു. അതിൻ്റെ അപ്പുറത്ത് കിടക്കുമ്പോൾ ഭയങ്കര മടുപ്പിക്കുന്ന രീതിയിലും എനിക്ക് തോന്നി. അപ്പോൾ തോപ്പർ എന്ന് പറയുന്ന മൂവി നമ്മുടെ ഓൺലൈനിലേക്ക് ലഭ്യമാണ്. അപ്പോൾ കാണാൻ താല്പര്യം കണ്ടു നോക്കുക. എനിക്കൊരു ബിലോ ആവറേജ് വേസ്റ്റ് മൂവിയൊക്കെ ആണെങ്കിൽ പറയാൻ സാധിക്കുള്ളൂ. അതേ സമയങ്ങളിൽ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ കണ്ടു നോക്കാം. യാതൊരു ഗുണമോ ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു പടം തന്നെ വേണം പറയാൻ സാധിക്കും. കാരണം പ്രകടനത്തിൻ്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാലും യാതൊരു പ്രകടനങ്ങളും ഗംഭീരമായിട്ട് ആരും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ തനിക്ക് കൊടുത്തുള്ള റോളിന് അനുസരിച്ച് അത്യാവശ്യം ഒരു ടച്ചിങ് തോന്നാണല്ലോ, അതും പോലും ഇതിൽ പടത്തിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ചിലപ്പോൾ തോപ്പർ എന്ന് പറയുമ്പോൾ ആരും അറിഞ്ഞിട്ട് കൂടി ഉണ്ടാവില്ല. അറിയാൻ താല്പര്യമുള്ളവർ എന്തായാലും സെർച്ച് ചെയ്ത് നോക്കുക. ഇത്ര നമ്മുടെ ടെലിഗ്രാമിലും അതുപോലെ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ്. എന്നിട്ട് കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ പോലത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്ന് പരിഗണിക്കുക. അതിരിക്കും ബൈ ഫ്രണ്ട്സ്.